ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നോമ്പൊക്കെ വരാൻ പോകല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഡോ തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ കൈവച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. വെറുതെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമുക്കൊരു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് തിളക്കുന്ന വെള്ളം വേണ്ട, എന്നാൽ ഒത്ത ചൂടോട് കൂടി തന്നെ നല്ലപോലെ കുഴച്ച് നല്ലൊരു ഡോയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണിയും കൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് തന്നിങ്ങനെ കവർ ചെയ്തവിടെ വെച്ചാൽ മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് അതിനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം ഞാൻ അതിൻ്റെ മസാല തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇതിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അല്ലാതെ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്കിനി വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇവിടെ ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്പൈസി വേണമെന്നുള്ളവർക്ക് മുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഞാനൊന്ന് കലക്കി എടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു ബൗളിൽ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ മൈദ എടുത്തത് 2 ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് കുറച്ച് തിക്കായിപ്പോയി. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മൈദ മതിയാവും. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി കൈ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരേപോലെയുള്ള ഭാഗങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും നമുക്ക് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മളിത് എന്നിട്ട് പരത്തി എടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി അങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മളിത് ഓരോന്നായിട്ട് പരത്തി വെച്ചാൽ ലാസ്റ്റ് നമ്മളിതെല്ലാം കൂടി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടി കുറച്ചിട്ട് ആദ്യം പരത്തണമെന്നില്ല, ഒത്ത കട്ടിയിൽ തന്നെ ഒന്ന് ഇത് പരത്തിയെടുക്കാം.
അപ്പോൾ ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ ബോൾസും ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്നിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിനുള്ള ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. നെയ്യും മൈദയും കൂടി മിക്സ് ചെയ്തത് അത് എന്നിട്ട് ആ ഒരു ഇതിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് പരത്തിയെടുക്കുമ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പബ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ അതിൻ്റെ പുറംഭാഗം ആ ഒരു സ്ട്രക്ചറിലാണ് കിട്ടുക. അതുകൊണ്ട് അതിന് വേണ്ടിയാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ആ ഒരു നെയ്യ് മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ അത് വെച്ച് കൊടുക്കുക. അടുത്ത ലെയറും വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ പരത്തിയിട്ടുള്ള മുഴുവൻ ഓരോ പത്തിരി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് വെച്ചാൽ അതിന് അത്രയും ബോൾസ് ആക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ മുകളിലായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലത്തേൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിന് നമ്മൾ നന്നായിട്ട് വലുതാക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വലുതാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ചപ്പാത്തി പലകയിൽ കൊള്ളാത്തതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പരമാവധി എത്ര നമുക്ക് കട്ടി കുറച്ചിട്ട് വലുതാക്കി പരത്താൻ പറ്റുമോ അത്രയും വലിപ്പത്തിൽ ഇത് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മളെ സമൂസയുടെ ഷീറ്റൊക്കെ കിട്ടുന്ന പോലെ ആ ഒരു ചെറിയൊരു കട്ടി മതി. അത്രയും കട്ടി നമുക്ക് എത്ര കട്ടി കുറക്കാൻ പറ്റും അത്രയും കട്ടിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സ്ക്വയറായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ കട്ട് ചെയ്ത പോർഷൻസൊക്കെ നമുക്ക് അങ്ങ് മാറ്റിയെടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് വേറെ തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോ ഷീറ്റ് പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് പണിയങ്ങ് തോന്നുമെങ്കിലും പക്ഷെ നല്ല ഈസി ആട്ടോ. അത് നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കട്ടിയിൽ നമുക്കിപ്പോൾ 9 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഓരോ പീസ് എടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരുപാട് വെക്കണമെന്നില്ല. ഇത് നമ്മളിതിനെ മടക്കി എടുക്കുമ്പോൾ അതിൽ കൊള്ളാതെ വരണ്ട. ഇനി ഇതിൻ്റെ അറ്റത്ത് ജസ്റ്റ് വെള്ളം ഒന്നിങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ട്. ആ നാല് വശത്തൊന്ന് ജസ്റ്റ് ഒരു വെള്ളം ഇങ്ങനെ വിരൽ വെച്ചിട്ടൊന്ന് തൊട്ട് കൊടുക്കുക. ഇനി ഇത് 2 സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഒന്നങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ മറ്റേ 2 സൈഡിൻ്റെ ആ ഒരു കോർണർ എടുത്തിട്ട് തിരിച്ച് അങ്ങനെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ ഒട്ടിക്കോളും. ഇനി നമുക്ക് ആ ഒരു ബാക്കിയുള്ള ഗ്യാപ്പും കൂടി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. നമ്മൾ നനച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഒട്ടിക്കിട്ടിക്കോളും. ഇങ്ങനെ നമുക്ക് എല്ലാ പീസിലും ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്തതും കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് കാണിച്ചെന്ന് മാത്രം. ഇതാകുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുഴുവനും ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു സൈഡ് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ ഇത്. അപ്പോൾ നമ്മളത് കളയണ്ടല്ലോ, നമുക്ക് പൊട്ടിയാപ്പൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ സമൂസയൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വർഷത്തെ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തൊടുന്ന സമയത്ത് നല്ല കറുമുറുവായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങൊക്കെ കൂടി കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത് കെച്ചപ്പിൽ ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.